അമ്പലമേട്ടിലുള്ള ജീവിതം, FACTയിലുള്ള ടൗൺഷിപ്പ് ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ടൈപ്പ് 5 കുടുംബങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികളും പരസ്പരം വലിയ ആളിൻ്റെ മകനെന്നോ അല്ലെങ്കിൽ ചെറിയ ആളിൻ്റെ കുട്ടിയെന്നോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ. ടൈപ്പ് 5 എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു വീടാണ് ടൈപ്പ് 5. അന്ന് ജയലളിത എന്ന് പറഞ്ഞ നമ്മുടെ അവിടെ തമിഴ്നാട്ടിൽ ജയലളിതയ്ക്ക് അന്ന് 14 വയസ്സ് പ്രായമുള്ളൂ. ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ഡാൻസ് നടത്തി. നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുള്ള ഈ സുഖ സൗകര്യങ്ങൾ ആണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ മഴവെള്ളം വെറുതെ കളയാതെ അത് നമ്മുടെ അമ്പലമേട് ലേക്കിൽ സ്റ്റോക്ക് ചെയ്ത് പ്ലാന്റിൻ്റെ ആവശ്യത്തിനും ടൗൺഷിപ്പിലെ ആൾക്കാരുടെ ആവശ്യത്തിനുള്ള വെള്ളം ഇഷ്ടം പോലെ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 1966 ഓഗസ്റ്റ് മാസം 2-ാം തീയതി FACTയിൽ ഒരു ജീവനക്കാരനായിട്ട് മാറി. ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവിടെ അമോണിയ പ്ലാന്റിൽ ഗ്രേഡ് 1 ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏറെക്കുറെ അവിടെ ഈ അമോണിയ പ്ലാന്റ് തന്നെ പല സെക്ഷൻസ് ഉണ്ട്. എയർ സെപ്പറേഷൻ പ്ലാന്റ്, സിന്തസിസ്, അമോണിയ കംപ്രസർ ഹൗസ്, പിന്നെ വേറെ പ്രയാസം കൂടിയ പ്ലാന്റ് ഉണ്ട് അവിടെ. ഇതൊന്നും എനിക്ക് വലിയ പ്രയാസമായിട്ട് തോന്നിയത്. അത് കഴിഞ്ഞപ്പോൾ ട്രെയിനിങ് ഇല്ലാതെ തന്നെ ഈ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന പ്ലാന്റിലേക്ക്, അതായത് അതിനുവേണ്ടി ഓക്സിജൻ കൊടുക്കുന്നൊരു പ്ലാന്റ് ഉണ്ട്, ടണ്ണേജ് ഓക്സിജൻ പ്ലാന്റ് എന്ന് പറയും. 5000 ടൺസ് ഓഫ് ഓക്സിജൻ ഒരു ദിവസം ഉണ്ടാക്കുന്ന ടണ്ണേജ് ഓക്സിജൻ പ്ലാന്റ്, അവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു. 4 വർഷം വേഗം കഴിഞ്ഞു. 1969 ആയപ്പോഴത്തേക്കും വീട്ടിലെല്ലാവരും നിശ്ചയിച്ച് എൻ്റെ വിവാഹാലോചന ഇങ്ങനെ വന്നു. അതിൽ വെച്ചിട്ട് ആ കല്യാണത്തിൻ്റെ തീയതി 1969 സെപ്റ്റംബർ 4-ാം തീയതിയാണ്. അതിനിടയ്ക്കാണ് ഈ ആലോചന വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് അത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് പറയേണ്ടത്. അത് ഞാൻ പറയാം. പേര് പറയണം. എൻ്റെ പേരൊന്ന് പറഞ്ഞേക്കാം. പേര് സുശീല ഭായി എന്നാണ്. ഭായി അല്ല, സുശീല ഭായി. അന്ന് കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ ഭായിമാരെന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാനപ്പേരാണ്. നായന്മാരുടെ ഒരു സ്ഥാനപ്പേരാണ് ഭായിമാർ. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രം എങ്ങനെയോ അങ്ങനെ പേരിട്ടു, സുശീല ഭായി എന്ന്. അപ്പോൾ എനിക്ക് ജോലി കിട്ടി. BSc B.Ed കഴിഞ്ഞ് ജോലി കിട്ടി. ഒരു 22 വയസ്സ് ആയിട്ടുണ്ട്. അപ്പോഴാണ് കല്യാണത്തിനെ പറ്റി സംസാരിക്കുകയും അവിടെ വീട്ടുകാർ തമ്മിൽ ഇങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് അരങ്ങേറുന്ന ഒരു സമയമായിരുന്നു. എന്നെ പറ്റി പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റ മോളാണ്. അമ്മ പക്ഷേ 1 വയസ്സായപ്പോൾ അമ്മ മരിച്ചുപോയി. അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചു. അതിൽ ഒരു മകനേ ഉള്ളൂ. അവർക്ക് പെൺകുട്ടികളൊന്നും ഇല്ല. അപ്പം അവർ തന്നെ ചെറുതിലെ എന്നെ അമ്മയുടെ അമ്മൂമ്മയാണ് കുടുംബത്തിൽ വളർത്തി. അവിടെ കഴിഞ്ഞു, അവിടെ പഠിച്ചു, അവിടെ പഠിപ്പിച്ചു. അമ്മാവൻ്റെ ഉത്തരവാദിത്തത്തിൽ പഠിപ്പിച്ചു. ജോലി കിട്ടി പെട്ടെന്ന് തന്നെ. ഞാൻ B.Ed പാസ്സായ അതേ ദിവസം പോയ വഴിക്ക് ന്യൂസ് പേപ്പർ വാങ്ങിച്ച് ജയിച്ചു എന്നുള്ള വിവരം അതിൽ നിന്ന് അറിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ടീച്ചറാവുകയാണ് ചെയ്തത്. ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ ഞാൻ ടീച്ചറായി. അപ്പോൾ കല്യാണ വില വന്നപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഈ FACT ജോലിയുള്ള ഒരാൾ ഇങ്ങനെ പെണ്ണ് കാണാൻ വരുന്നു എന്നുള്ളത് പറഞ്ഞു വീട്ടിൽ. എൻ്റെ അമ്മാവൻ അധ്യാപകനാണ്, നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച ഒരു അധ്യാപകനാണ്. കുറച്ച് കാര്യഗൗരവവും തിരിച്ചറിവും വിദ്യാഭ്യാസവും ലോകപരിചയമൊക്കെ ഉള്ള ആളുകൾ അന്ന് അവിടെ. ഞങ്ങളുടെ ഗ്രാമപ്രദേശമാണ്. FACT എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു നോട്ടവും ഇല്ല. FACT ജോലി ചെയ്യുന്ന ആൾക്ക് എന്ത് ജോലിയാണ്, അല്ലെങ്കിൽ എത്ര ശമ്പളമുണ്ട്, അവരുടെ വീട്ടിലെ സാമ്പത്തിക ചുറ്റുപാടെന്ത്, ഇതൊന്നും അറിയേണ്ട. FACT എന്ന് കേട്ട് കഴിഞ്ഞാൽ കല്യാണം ഉറപ്പിക്കുക. പറയും ഒരു ചെറുക്കൻ വന്ന് പെണ്ണിനെ കണ്ടിട്ടുണ്ട്, അവന് FACTയിലാണ് ജോലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു സംഗതി. അപ്പം അങ്ങനെയാണ് എൻ്റെ വിവാഹം ഇദ്ദേഹം ബാലേന്ദ്രപിള്ള എന്ന് പറഞ്ഞ ആളുമായിട്ട് ഉറപ്പിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഇതുണ്ട്. എൻ്റെ അമ്മ എന്നെ ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഉള്ള സ്കൂളിലാണ് ജോലി നോക്കാനായിട്ട് വന്നത്. അപ്പോൾ അന്ന് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഒരു ശകുനം കാണുക എന്നുള്ള ഒരു ഇതുണ്ട്.
ആദ്യം എതിരെ വരുന്ന ആള്. അതിൽ അച്ഛന് ഭയങ്കര വിശ്വാസമായിരുന്നു, ഹസ്ബൻഡിൻ്റെ അച്ഛന്. അപ്പം ഇവർ സ്കൂളിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു സ്ത്രീ എതിരെ വരുന്നു. അവരുടെ തലയിൽ ഭർത്താവിന് കൊടുക്കാനുള്ള കഞ്ഞി, അന്ന് കരിക്കലമാണ്, കലമാണ്, മൺകലം, അതിൽ വെച്ചും കൊണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ വരുന്നു. ആ സ്ത്രീ ആയിരുന്നു എതിർപ്പ് വന്നത്. സത്യം പറഞ്ഞാൽ അതെൻ്റെ അമ്മയായിരുന്നു. അന്ന് ഞാൻ വയറ്റിലുണ്ടായി തുടങ്ങിയില്ല. അത് പിന്നീട് എൻ്റെ അമ്മായിയമ്മ മനസ്സിലാക്കി, എൻ്റെ അമ്മായിയച്ഛനും മനസ്സിലാക്കി അത് ഇവളുടെ അമ്മയായിരുന്നു എന്നുള്ളത്. അങ്ങനൊരു കഥ കൂടി ഇതിനകത്ത് ഉണ്ട്. അതെല്ലാം നല്ല നിമിത്തമായിട്ട് വന്നു. അപ്പൊ ഭഗവാൻ നേരത്തെ തീരുമാനിച്ചതായിരിക്കും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാവണം എന്നുള്ള. 1969 സെപ്റ്റംബർ 4 ഞങ്ങൾ വിവാഹം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കൊച്ചിൻ്റെ വിദ്യാമണ്ഡൽ ഡിവിഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറുന്നൊരു സ്റ്റെപ്പാണത്. ആ വീഴ്ചിട്ടാണ് 14-ാം ദിവസം ഇങ്ങനെ ഒരു ടെലഗ്രാം വരുന്നത്. അത് സെപ്റ്റംബർ 14-ാം തീയതി. ഉടനെ ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഏരിയ കണ്ടപ്പോൾ ആ ജോയിൻ ചെയ്യാൻ എടുത്ത തീരുമാനവും ഒട്ടും തെറ്റല്ല എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത അത്ര നിലയിൽ അന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ഏരിയയാണ് ഈ അമ്പലമേട് FACTയുടെ. അന്ന് മൊത്തം സ്ഥലമൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും 10,300 ഏക്കർ സ്ഥലമുണ്ട്. 2 സ്ക്വയർ മൈൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 1,300 ഏക്കർ വരും. അവിടെ നമ്മൾ എനിക്കൊന്ന് ഭാവനയെ പോലും കാണാൻ പറ്റാത്ത നിലയിൽ വളരെ 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 ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് നിർമ്മിച്ച സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു വിളനിലമായിട്ട് പ്രശോഭിക്കുന്ന ഒരു 55 ഏക്കറോളം വരുന്ന ഒരു ലേക്ക്. ആ ലേക്കിൻ്റെ ഭാഗം എത്രമാത്രം ഐശ്വര്യമുള്ള ഒരു ലാൻഡ്സ്കേപ്പാണെന്ന് ഇന്ന് ചോദിച്ചാൽ ഞാൻ പറയും. അത് ഞാൻ അമേരിക്കയിലും മറ്റ് പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇത്രയും നല്ല ഐശ്വര്യമുള്ള ഒരു ലേഔട്ടിൽ ആ മഹാനുഭാവൻ MK കന്നയ്യാർ സാർ വിഭാവനം ചെയ്ത ആ അമ്പലമേടിൻ്റെ പരിസരവും അതിൻ്റെ മുകളിലുള്ള ആ ഒരിക്കലും എങ്ങും 3 നിലയിൽ കവിയാത്ത കൺസ്ട്രക്ഷൻ മാത്രമേ ആ മാന്യദേഹം ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ക്വാർട്ടേഴ്സുകൾ ഏറ്റവും താഴെയുള്ള ക്വാർട്ടേഴ്സാണ് ടൈപ്പ് 5 ക്വാർട്ടേഴ്സ്. അവിടെ മുതൽ ടൈപ്പ് 1 വരെയുള്ളത്. ടൈപ്പ് 1 and 2 ഇൻഡിപെൻഡൻ്റ് ആണ്. ടൈപ്പ് 3, ടൈപ്പ് 5, ടൈപ്പ് 4, ടൈപ്പ് 3 ഇതെല്ലാം 3 നിലയാണ്. ഇതെല്ലാം ആ അതിമനോഹരമായ ആ അമ്പലമേട് ലേക്കിൻ്റെ പരിസരത്ത് ഒട്ടും സ്ഥലം വേസ്റ്റാക്കാതെയും അതുപോലെ തന്നെ ആ സ്ഥലത്തിൻ്റെ സൗകുമാരികത ഒട്ടും കളയാതെയും വളരെ മനോഹരമായിട്ട് അതിനെ പണിഞ്ഞ് ഒരു സ്പിൽവേ ബ്രിഡ്ജ് കൊണ്ട് കണക്ട് ചെയ്ത് അതിൻ്റെ എല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് അദ്ദേഹത്തിനെന്ന് തോന്നിയ ഈ കായിക രംഗത്തും കലാരംഗത്തും കഥകളി രംഗത്തും ഇതര ഫീൽഡിലും പ്രക്ഷോഭിച്ച ആൾക്കാരുടെ എല്ലാവരുടെയും പേര് ഇട്ട ഒരു ടൗൺഷിപ്പായിരുന്നത് ഫാക്ട് കൊച്ചിൻ ഡിവിഷൻ ടൗൺഷിപ്പല്ലേ അമ്പലമേട് FACTയുടെ ടൗൺഷിപ്പ്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ തോതിലെങ്കിലും താമസിക്കാൻ ഒരു അവസരം കിട്ടുക ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സുവർണ അവസരമായിട്ട് കണ്ടൊരു വ്യക്തിയാണ് ഞാനും എൻ്റെ സഹോദരൻ ഇപ്പോൾ പറഞ്ഞ K. സുശീലാഭായി. പിൽക്കാലത്ത് ഞങ്ങളുടെ മക്കൾക്കും അവിടുത്തെ ജീവിതം അങ്ങേയറ്റം സന്തോഷമായിരുന്നു. FACTയുടെ എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു ഉയർച്ചയും താഴ്ചയും. അഭിവന്ദനായ MK കന്നയ്യാർ സാർ അവിടെ 1959 മുതൽ 1970 വരെ വർക്ക് ചെയ്ത് 11 വർഷം. അദ്ദേഹം അവിടെ ചെയ്ത കാര്യങ്ങൾക്ക് പുറമെ അഡീഷണലായിട്ട് ഒരൊറ്റ കാര്യം ഒരു വ്യക്തിക്കും ചെയ്യാൻ പറ്റത്തില്ല എന്നും തെളിഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം അത്രയും കാര്യങ്ങൾ ചെയ്തു. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ആരാധിക്കാൻ വേണ്ടി ഹിന്ദുക്കളുടെ ഒരു ദേവാലയം, മുസ്ലിങ്ങളുടെ ഒരു ദേവാലയം, പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഒന്നോ രണ്ടോ പള്ളികൾ അടുപ്പിച്ച് ഇവിടെ ഇതെല്ലാം ഇൻ്റർകണക്റ്റ് എല്ലാം ടൗൺഷിപ്പിൻ്റെ അകത്താണ് വരുന്നത്, വെളിയിലല്ല. ഈ ആരാധനയിൽ പോലും നമ്മൾ വ്യത്യസ്തത കാണിക്കാൻ പാടില്ല. എല്ലാം ഒരുപോലെ കണ്ട് എല്ലാ ജാതിക്കാരെയും ഒരേ രീതിയിൽ പുറത്തിണക്കി മനോഹരമായിട്ട് കൈകാര്യം ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഫോർസൈറ്റാണ്, ഉൾക്കാഴ്ചയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അത് നമുക്ക് ടൗൺഷിപ്പ്, എൻ്റെ അഭിപ്രായം ടൗൺഷിപ്പ് അവിടെ വന്നതുകൊണ്ട് ആ പരിസരത്ത്, അതായത് അമ്പലമേട്, കരിമുകള്, ആ ഭാഗത്തുള്ള ആളുകൾക്കും കൂടി ഒത്തിരി ഒത്തിരി അനുഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ അത്രയും കടകളൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ധാരാളം കടകൾ വന്നു. പള്ളി, കരിമുകളിലൊരു മുസ്ലിം പള്ളിയുണ്ട്, അതിൻ്റെ ഇപ്പുറത്തൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, നമ്മുടെ ക്വാർട്ടേഴ്സിന് അടുത്തൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അപ്പം വെളിയിലുള്ള ആളുകളുമായിട്ട്, ആ ചുറ്റും ലോക്കൽ ആയിട്ടുള്ള ആളുകളുമായിട്ടും
സഹകരിച്ച് പോകാനുള്ള ഒരു അന്തരീക്ഷം അമ്പലമേട് ക്വാർട്ടേഴ്സിനുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിക്കുകയാണെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ MK നായർ അവിടെ വന്ന് എന്തൊക്കെ ചെയ്തു അതൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നത് പോലുമില്ല. അതൊക്കെ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. നമ്മൾ അവിടെ വരുമ്പോൾ നമുക്ക് ആ കിട്ടിയിരിക്കുന്ന സൗകര്യങ്ങൾ അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു സുവർണ കാലമായിരുന്നു അവിടെ എല്ലാ ആളുകൾക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇത് തന്നെയാണ് അഭിപ്രായം. അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും, എല്ലാം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉൾപ്പെടും. വിദ്യാഭ്യാസം ചെയ്യുക മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ഗെയിംസ്, അതുപോലെ തന്നെ പാട്ട്, ഡാൻസ്, വാദ്യോപകരണങ്ങൾ പഠിപ്പിക്കുക, പിന്നെ ഇത് എന്താണ് ഗൈഡ്സ്, സ്കൗട്ട്, വെളിയിൽ കൊണ്ടുപോയി കുട്ടികളെ കൊണ്ടുപോയി ക്യാമ്പിനൊക്കെ അറ്റൻഡ് ചെയ്യുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിന് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച ഒരു കൂട്ടം അധ്യാപകർ. എടുത്തു പറയാം, എല്ലാവരുടെയും പേര് എടുത്തു പറയാം. അതുപോലെ തന്നെ ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള ആ സ്കൂളിൽ അച്ചടക്കത്തിനും അതുപോലെ സ്വഭാവ രൂപവൽക്കരണത്തിനും എല്ലാത്തിനുമുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളുടെ ഏത് വിവിധ തരത്തിലുള്ള കഴിവുകൾ വളർത്തിക്കൊണ്ട് വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ അമ്പലമേട് സ്കൂളിൽ ഉണ്ടായിരുന്നെന്നുള്ളത് ഞാൻ എന്നും ഓർക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഉദ്യോഗത്തിന് വെളിയിൽ പോകുന്ന ആളുകൾ എന്ന് വെച്ചാൽ, വെളിയിലെന്ന് വെച്ചാൽ ലേഡീസ് ജോലിക്ക് പോകുന്നവർക്ക് ധൈര്യമായിട്ട് കുട്ടികളെ ക്വാർട്ടേഴ്സിൽ ഇട്ടിട്ട് പോകാം. അയ്യോ ചിലർ സന്ധ്യയാവും, 7 മണിയാവും 8 മണിയായിട്ടൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന സ്ത്രീകളുണ്ട്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് അവിടെ കുട്ടികളെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ജോലിക്ക് പോകാം. അങ്ങനെ ഒരു അന്തരീക്ഷം ഈ FACT ടൗൺഷിപ്പിലല്ലാതെ വേറെ ഇടത്തെ ആളുകൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ FACTക്ക് കുഴപ്പങ്ങളുണ്ടായി, അതിൻ്റെ നല്ല കാലങ്ങൾ പോയി തുടങ്ങി. ആ കാലത്ത് പോലും ആളുകൾ പറയുമായിരുന്നു, അയ്യോ FACTക്കിനെ പോയല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ അത് ചിന്തിക്കണ്ട. FACTക്ക് സംഭവിക്കുന്ന ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് ചിന്തിച്ച് വിഷമിക്കണ്ട. എന്തെല്ലാം നല്ല ഓർമ്മകൾ നമുക്കിവിടെ ഉണ്ട്, ആ നല്ല ഓർമ്മകൾ നമുക്ക് എന്ന് മനസ്സിൽ സൂക്ഷിക്കാം. മറ്റേതൊക്കെ നമുക്ക് മറക്കാം, കളയാം. അതുപോലെ തന്നെ അവിടെ ഉള്ള മിക്ക കുട്ടികളും ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന അവിടെ വിദ്യാഭ്യാസം ചെയ്ത എല്ലാ കുട്ടികളും, ഇപ്പം പല കുട്ടികളുടെ കാര്യങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു, അയ്യോ അവനെ ഇവിടം വരെ എത്തിയോ, അയ്യോ ഇവിടെ ഇവിടം വരെ എത്തിയോ എന്ന് ഞാൻ പറയാറുണ്ട്. എല്ലാവരും മോശമായി പോയിട്ടുള്ള ഒരു കുട്ടിയും എൻ്റെ ഓർമ്മയിൽ എനിക്കില്ല. എല്ലാവരും ഒരു നിലയിൽ അല്ലെങ്കിൽ വേറൊരു നിലയിൽ അന്തസ്സായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന കുട്ടികളാണ് അവിടുന്ന് പോയിട്ടുള്ള എല്ലാ ആളുകളും. അങ്ങനെ നമുക്ക് ഒരു ഓൾറൗണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സന്തോഷിക്കാൻ മാത്രമുള്ള ഒരുപാട് കാര്യങ്ങൾ FACT നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വേറൊരിടത്ത് നമ്മൾ ചെന്നു എത്ര പൈസ കൊടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സ്ഥലം എടുത്ത് അവിടെ താമസിച്ചാലും നമുക്കിതിലൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം അത്രയ്ക്ക് എനിക്കെപ്പോഴും പറയാനുള്ളത് ആ ടൗൺഷിപ്പിൽ കിട്ടിയ അന്തരീക്ഷമാണ്. അത് വളരെ 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 വിലപ്പെട്ടതാണ്. അത് ഓർക്കുമ്പോഴാണ് നമുക്ക് ഇത് പോയല്ലോ എന്നുള്ള ഒരു സങ്കടം എന്നും ഉള്ളത്. FACTയുടെ വെൽഫെയർ ആക്ടിവിറ്റി അദ്ദേഹം ചെയ്തു തന്നിട്ടുള്ളത് അവിസ്മരണീയമാണ്. ആർക്കും അത് മറക്കാൻ പറ്റത്തില്ല. അതായത് നമ്മളെല്ലാവരും ചെന്നാൽ ആ ലേക്കിൻ്റെ ഒത്ത ഹൃദയഭാഗത്താണ് നമ്മളെല്ലാവരും അങ്ങേറ്റം വളരെ ഓമനപ്പേരിൽ പറഞ്ഞറിയപ്പെടുന്ന അമ്പലമേട് ഹൗസ് ഇരിക്കും. ആ അമ്പലമേട് ഹൗസ് പണിഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടനാണ്, മിസ്റ്റർ ജോസാണ്. അദ്ദേഹത്തിൻ്റെ കരവിരലുകളെല്ലാം ഭംഗിയായിട്ട് അദ്ദേഹം അന്നത്തെ ആർക്കിടെക്ചർ പറഞ്ഞ മാതിരി ചെയ്ത് നമുക്ക് അങ്ങേ അറ്റം സന്തോഷം തോന്നുന്നു. അവിടെ അതൊരു ഐലൻഡാണ് ആക്ച്വലി, ചുറ്റും ഈ ലേക്കിലെ വെള്ളം ഇത് കിടക്കുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ഒരുപാട് ആൾക്കാർ അന്ന് ഫിലിം ഷൂട്ടിങ്ങിന് വരെ ഈ സൈറ്റ്. ഇതിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് അതിപ്പം. അതുകൂടാതെ ബാച്ചിലേഴ്സിന് താമസിക്കാൻ 2 ടൈപ്പ് സെപ്പറേറ്റ്, ചിത്രഭവൻ ആൻഡ് ലേക്ക് വ്യൂ. അത് കഴിഞ്ഞ് എൻജിനീയേഴ്സിൻ്റെ ആൾക്കാർക്ക് അപ്പുറം ട്രെയിനേഴ്സിന് താമസിക്കാൻ മറ്റേ FTH എന്ന് പറയുക ഫോറിൻ ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ. അതുപോലെ പ്ലാന്റോ കമ്മീഷനിങ് വരുന്ന ഫോറിൻ ടെക്നീഷ്യൻസ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ നമുക്കിനി നിത്യോപയോഗങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട പച്ചക്കറി കിട്ടാൻ വേണ്ടി
മീൻ കിട്ടാൻ വേണ്ടി. അഗ്രി അപ്പം എൻ്റെ കൃഷി ചെയ്ത കൊല അല്ലെങ്കിൽ മറ്റ് ചേന അല്ലെ കുമ്പളങ്ങ അങ്ങനെയുള്ള വെജിറ്റബിൾസ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി അഗ്രി ഹോർട്ടി ആൻഡ് പിസി കൾച്ചർ എന്ന് പറഞ്ഞ ഒരു സംവിധാനം MKK നായർ സാർ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ഇത് നടപ്പാക്കാൻ എങ്ങേയറ്റം പാടുപെട്ട രണ്ടുപേരാണ്. പിൽക്കാലത്ത് മരിച്ചുപോയ മിസ്റ്റർ ജയറാം സാറും അതുപോലെ തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന രാജകുടുംബത്തിൽപ്പെട്ട ഒരാളായ T. നന്ദകുമാർ സാർ. നന്ദകുമാർ സാർ ഇപ്പോൾ താമസം എറണാകുളത്താണ്. അവർ രണ്ടുപേരും അഹോരാത്രം ഭഗീരഥ പ്രയത്നം ചെയ്താണ് അത് നല്ലൊരു സ്ട്രീം ലൈൻ ചെയ്തതും. അവിടെ നമ്മുടെ FACTയിലെ പല ആൾക്കാരും ക്രിസ്മസ് സമയത്തും ഓണസമയത്തും മറ്റ് പല സമയത്തും വില കുറഞ്ഞ നിലയിൽ ഫ്രഷായിട്ടുള്ള ഏത്തക്കൊല, പച്ചക്കറി, ഇനി എല്ലാ മാസവും നാരകേരം ഇതെല്ലാം അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കുടുംബങ്ങൾക്ക് വളരെ വളരെ റേറ്റ് കുറച്ച് കൊടുത്തു. പച്ചക്കറികളാണെങ്കിൽ വിഷരഹിതമായ പച്ചക്കറി അന്നും വെളിയിൽ കിട്ടുന്ന വിഷം ഉള്ളതാണ്. ഇപ്പോൾ വിഷം മാത്രമായിട്ടുള്ള പച്ചക്കറിയാണ് കിട്ടുന്നത്. അദ്ദേഹം അവിടെ ലേഔട്ട് ചെയ്ത ആ സിസ്റ്റം എത്രമാത്രം വിജയിച്ചു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, നമ്മൾ ഇന്ന് ചിന്തിക്കത്തില്ലെങ്കിൽ അന്ന് അദ്ദേഹം അന്നേ ചിന്തിച്ച് ചെയ്തു. ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ മഴവെള്ളം വെറുതെ കളയാതെ അത് നമ്മുടെ അമ്പലമേട് ലേക്കിൽ സ്റ്റോക്ക് ചെയ്ത് പ്ലാന്റിൻ്റെ ആവശ്യത്തിനും ടൗൺഷിപ്പിലെ ആൾക്കാരുടെ ആവശ്യത്തിനുള്ള വെള്ളം ഇഷ്ടം പോലെ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ മഴയും കിട്ടുന്ന വെള്ളം ഈ 50 ഏക്കറിലെയും ഒരുമിച്ച് നിർത്തി ഏറ്റവും മിനിമം ലെവലിൽ അതിനു മുമ്പ് ലേക്കിൻ്റെ ഇതെടുക്കും. അപ്പോൾ ഇൻടേക്ക് ഓഫ് വാട്ടർ കുറയും. ഭൂതത്തം കിട്ടിയെന്ന വെള്ളം എടുക്കുന്നത് ആ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് വളരെ കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇൻപുട്ട് കുറച്ച് വന്നിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അതായത് മഴവെള്ള സംഭരണിയായിട്ട് നമ്മുടെ ഈ ലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. 50 ഏക്കറാണ്, മനസ്സിലാക്കണം. ഈ 50 ഏക്കറിൽ എങ്ങനെയാണെങ്കിലും ഒരു 10-12 അടി ലെവലിൽ വെള്ളം മഴയത്ത് സ്റ്റോക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ എത്ര ടൺ വെള്ളം കാണും. പിന്നെ ആശുപത്രി, സിനിമ കാണാനുള്ള തിയേറ്റർ, പിന്നെ സ്നാക്ക് ബാറ്, പിന്നെ വെൽഫെയർ ആക്ടിവിറ്റീസിനെ പറ്റിയ എല്ലാ കാര്യങ്ങളും, പിന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് സ്കൂളിൽ. അതായത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെക്കാട്ടിലും മെച്ചപ്പെട്ട നിലയിലുള്ളതാണ് അവിടുത്തെ 3-4 സ്കൂളുകൾ, എസ്പെഷ്യലി ഹൈസ്കൂൾ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എല്ലാ കാര്യങ്ങളും അവർ ബെറ്ററായിരുന്നു. അതുപോലെ ഗസ്റ്റ് ഹൗസ്, അമ്പലമട ഹൗസ്, പിന്നെ സെക്യൂരിറ്റി ആൾക്കാരുടെ താമസ സൗകര്യങ്ങൾ, എല്ലാ തുറയിലുമുള്ള എല്ലാ ആൾക്കാർക്കും അംഗീകാരം കൊടുത്ത് ഇവരെല്ലാവരും കൂടെ ചേരുന്നതാണ് ഈ ടൗൺഷിപ്പ് എന്നും. അതേപോലെ വളം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവരെ നമ്മൾ പിടിച്ച് പിഴിഞ്ഞു നടക്കുകയല്ല എന്നുള്ള അതുപോലെ പെട്രോൾ ബങ്ക്, ഇത് കടമടിക്കാം, 1 മാസത്തിലേക്ക് കാശ് കൊടുത്താൽ മതി. അതുപോലെ വാഹനത്തിന് ലോണ്, വാഹനം സർവീസ് ചെയ്യാൻ വേണ്ട സർവീസ് സ്റ്റേഷൻ, അങ്ങനെ നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതെല്ലാം ഒരു കുടക്കീഴിൽ നമുക്ക് കിട്ടുന്നതിനും അത് തന്നെ ഏറ്റവും അന്നത്തെ നിലയിൽ വില കുറച്ച് സേവനം ഭംഗിയായിട്ട് ചെയ്ത് നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അതുപോലെ ഞാനീ പറയുന്നമാതിരി അവിടെ താമസിച്ച എല്ലാവർക്കും ഇത് സത്യമായിട്ട് തോന്നുകയും ചെയ്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് അനുഭവിച്ചവരാണ്. ആ ഒരു അനുഭവ സൗഭാഗ്യം നേടുത്തുന്നത്. ഒരുപാട് CMDs അവിടെ വന്നിരുന്നെങ്കിലും ഞാൻ ഏറ്റവും കൂടെ ആദരിക്കുന്നതും അങ്ങേയറ്റം പുകഴ്ത്തുന്നതും അഭിവന്ദനായ ദിവംഗതനായ നമ്മുടെ MKK നായർ സാർ അവരെ തന്നെയാണ്. പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടത് സുബ്രഹ്മണ്യം, പിന്നെ PK നാരായണസ്വാമി, അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് നല്ല വ്യക്തികൾ വന്നിട്ടുണ്ട്. NB ചന്ദ്രൻ, ഇപ്പം ഈ പോയ കിഷോർ റുക്ത എന്ന് പറഞ്ഞ ആളും ക്രിയേറ്റിവിറ്റി ഉള്ള ആളായിരുന്നു. അദ്ദേഹം FACT അതിൻ്റെ ക്രിട്ടിക്കൽ സമയത്ത് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. പിന്നെ വേറെ ഒന്ന് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അതുപോലെ മറ്റുള്ള ആളെ പറ്റി പറയുകയാണെങ്കിൽ ഈ കുട്ടികൾ തന്നെ പറഞ്ഞ മാതിരി വിദ്യാഭ്യാസം കഴിഞ്ഞ് അതിഗംഭീരമായ നിലയിൽ സ്റ്റേറ്റിൽ തന്നെ റാങ്കുകളെല്ലാം മാറിപ്പോയവരാണ്. ഇപ്പോഴും അവർ തെറ്റില്ലാത്ത നിലയിൽ ഓരോരോ സ്ഥലങ്ങൾ ഓക്കിപ്പോയിട്ടുണ്ട്. മൂത്ത മകനാണേലും ദൈവകൃപയാലും അവളുടെ വളർത്തിക്കൊണ്ടുവന്ന രീതി വെച്ചിട്ടാണ് അമ്മയ്ക്കാണ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എഡ്യൂക്കേഷൻ വരെ ഭംഗിയായിട്ട് കൊടുക്കുന്നത്. ഞാൻ ഇൻഫ്രാസ്ട്രക്ചർ അറേഞ്ച് ചെയ്യത്തുള്ളൂ, ബാക്കിയൊക്കെ അവരാണ് നോക്കുന്നത്. മൂത്ത ആളിൻ്റെ പേര് അരുൺകുമാർ എന്നാണ്. അയാൾ FACTയിൽ സ്റ്റേറ്റ് SLCക്ക് സ്റ്റേറ്റിൽ 8ാമത്തെ റാങ്കായിരുന്നു. എറണാകുളം ജില്ലയിൽ ആദ്യത്തെ റാങ്കുമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എല്ലാവർക്കും ഈ ബാലജനസഖ്യത്തിൻ്റെ സ്റ്റേറ്റും ജില്ലാ അവാർഡും കിട്ടിയിട്ടുള്ളവർ ഇവർ 3 പേര്. മകൻ്റെ പേര് അരുൺകുമാർ ബി എന്നാണ്. രണ്ടാമത്തെ അനിതാകുമാരി, അവളിപ്പോഴും LIC വർക്ക് ചെയ്യുന്നു. ഈ മൂത്ത ആൾ ഗൂഗിളിൽ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നു. തെറ്റില്ലാത്ത നിലയിൽ തന്നെയാണ് ജീവിതം.
മോളുടെ മകന് ജോലിയായി, അയാൾ ഡെല്ലോയിറ്റിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഇളയ മകൻ്റെ അവിടെ മകൻ ഒരു മ്യൂസിക് ഗ്രൂപ്പ് ഇപ്പോഴില്ലേ അവിടെ ഒരു AHS സിംഫണി എന്ന് പറയുന്ന മ്യൂസിക് ഗ്രൂപ്പ് അവിടുത്തെ കുട്ടികളെയും അവിടുത്തെ പേരൻസിനെയും എല്ലാവരെയും ഇന്നും കണക്ട് ചെയ്യുന്ന ഒരു വളരെ വളരെ ശക്തിയേറിയ ഒരു സംഗീത സദസ്സൊരുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. കഥകളി രംഗത്ത് അദ്ദേഹം ഏലുവരെ ഒരു ട്രെയിനിങ് സെൻറ്റർ സ്കൂളിട്ടിരുന്നു. അവിടെ പഠിച്ച് പാസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ലോകത്തിൻ്റെ നാനാമൂലയ്ക്കും കഥകളി, മറ്റ് തെയ്യം, അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഏറ്റവും നങ്ങ്യാർകൂത്ത് ഇതെല്ലാം ചെയ്ത് ഈ FICT ഇങ്ങനെയാണ്, അല്ലെ കേരളം ഇങ്ങനെയാണ്, അല്ലെ ഭാരതം ഇങ്ങനെയാണെന്നുള്ള ഒരു വെളിച്ചം പകരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും ഒരു ചെറിയൊരു സങ്കടം ഈ FICTയിൽ ജോലി ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും റിട്ടയർ ചെയ്തിരിക്കുന്നത് പെൻഷൻ ഇല്ല എന്നുള്ള ഒരു വിഷമം ഉണ്ട് അവരുടെ മനസ്സിൽ, ഇല്ലേ? എല്ലാവരും ഇടയ്ക്ക് ഇങ്ങനെ ആളുകൾ പറയുന്നത് ഞാനും കേൾക്കാറുണ്ട്. പെൻഷൻ ഇല്ല, FICTക്ക് പെൻഷൻ ഇല്ല, അതൊരു പോരായ്മയായിട്ട് ഒരു സങ്കടമായിട്ട് പറയാറുണ്ട്. അപ്പം ഞാനിത് കേട്ട് കഴിഞ്ഞിട്ട് കേട്ട് കഴിഞ്ഞാൽ അന്നേരം ഞാൻ പറയും, ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്കും അതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ഫാമിലിക്കും കുടുംബ അംഗങ്ങൾക്കും എന്തൊക്കെ ആനുകൂല്യങ്ങൾ, എന്തൊക്കെ നല്ല സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, അത് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുള്ള ഈ സുഖ സൗകര്യങ്ങൾ ആണ്. അത് മാത്രം ചിന്തിക്കുക. പെൻഷൻ ഇല്ല എന്നുള്ളതിന് നിങ്ങൾ വിഷമിക്കരുത്. പെൻഷൻ ഉള്ളതിനും കൂടെ പകരമായിട്ട് നിങ്ങൾ അവിടെ അധ്വാനിച്ചിട്ടുണ്ട്, അതിൻ്റെ ഗുണം നമ്മളൊക്കെ അനുഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ചിന്ത വേണ്ട. MKK നായർ സാറ് FICTയുടെ മാനേജർ ഡയറക്ടറായിരുന്ന സമയത്താണ്, എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. ഞാൻ അന്ന് ട്രെയിനിങ് കഴിഞ്ഞ് അബ്സോർവ് ചെയ്യപ്പെട്ട് വരുന്നേ ഉള്ളൂ. അന്ന് പല ആൾക്കാരെ ഞങ്ങളുടെ കൂടെയുള്ള ട്രെയിനീസിനെയൊക്കെ ഈ ഒരു ഏഷ്യൻ കവി സമ്മേളനം നടത്തി അദ്ദേഹം. ആ ഏഷ്യൻ കവി സമ്മേളനം നടത്തി ഏഷ്യയിലുള്ള മിക്ക കവികളും എന്ന് പറയുമ്പോൾ ഭാരതത്തിലുള്ളവരും അതിനപ്പുറത്തുള്ള മറ്റുള്ള പല രാജ്യങ്ങളിലുള്ള ആൾക്കാരും ഇവിടെ ഒത്തുകൂടി. അവരുടെ ആ പരസ്പരം അവരെ കൈകാര്യം ചെയ്ത കാര്യങ്ങൾ എത്രമാത്രം വിലപ്പെട്ടാന്നുള്ളതും അതിൽ നിന്ന് കിട്ടിയ അറിവും അതിൻ്റെ ആ ഓരോരുത്തർ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഥലങ്ങളെ പറ്റിയുള്ള വർണ്ണനയും ഇതെല്ലാം കൂടെ എത്രമാത്രം ഇതര രാജ്യക്കാർക്കും പിന്നീട് അത് ലോകത്തിൻ്റെ പല ഭാഗത്തും വളരെ ഗംഭീരമായിട്ട് ആ കാര്യങ്ങൾ വാഴ്ത്തപ്പെട്ടു. അന്ന് ജയലളിത എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ തമിഴ്നാട്ടിൽ ജയലളിതയ്ക്ക് അന്ന് 14 വയസ്സ് പ്രായമുള്ളൂ. ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ഡാൻസ് നടത്തി. അതിനെപ്പറ്റി ചില ആൾക്കാർ ഇതായിട്ട് പറഞ്ഞെങ്കിലും ഹൃദ്യമായ ഒരു സംഭവമായിരുന്നത്. അതിന് FICTക്ക് അതിന് യാതൊരുവിധമായ ചിലവും കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതെല്ലാം അവിടുത്തെ ഈ എല്ലാവരും കൂടെ ചേർന്ന് അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്തത്, അല്ലാതെ FICTയുടെ വരുമാനത്തിൽ നിന്നൊരു പൈസ എടുത്തല്ല ചെയ്തത്. അത് മിക്കവരും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ ഏലുവരെ ഒരു ലളിതകലാകേന്ദ്രം ഉണ്ടായിരുന്നു. ആ ലളിതകലാകേന്ദ്രത്തിൽ FICTയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന മഹത് വ്യക്തികൾ, സിനിമാ താരങ്ങളാണ്, മറ്റാരാണെങ്കിലും. ഫോർ എക്സാമ്പിൾ സത്യനെ മറക്കാൻ ആർക്കും പറ്റത്തില്ല, ശാരദ, പിന്നെ അങ്ങനെ പ്രേം നസീർ, ഉമ്മർ, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരും മറ്റ് പല പല കലാഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആൾക്കാരും വന്ന് ഓരോ വർഷം ഓരോരോ നിലയിൽ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. അതിൽ കിട്ടുന്ന നമ്മുടെ ആ സന്തോഷവും അതിൻ്റെ ആ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മൊത്തം കിട്ടുന്ന വളരെ സന്തോഷപ്രദമായ കാര്യങ്ങൾ നമുക്ക് ആർക്കും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കൊച്ചിൻ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ, കൊച്ചിൻ സ്റ്റേഷനിലെ ഒരു വളരെ ഔന്നത്യമായ സ്ഥലത്താണ് അവിടുത്തെ ഹരിമറ്റത്തപ്പൻ്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ആ അമ്പലത്തിൽ എല്ലാ വർഷവും കഥകളി, മറ്റ് പല പല കാര്യങ്ങൾ, നമ്മുടെ ജയചന്ദ്രൻ്റെ ഗാനമേള, ഇതെല്ലാം അങ്ങനെ പിന്നെ കഥാപ്രസംഗങ്ങൾ ഇതെല്ലാം നടത്തിയിട്ടുണ്ട്. അവിടെ MKK നായർ സാറുള്ള സമയത്ത് മിക്ക ആൾക്കാരും നേരത്തെ അവിടെ ചെന്നില്ലെങ്കിൽ ഇരിക്കാൻ പോലും സ്ഥലം കിട്ടത്തില്ല, അത്രയും ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. അതിൻ്റേതായിട്ടുള്ള സംഭാവന ആ അമ്പലത്തിൻ്റെ ഉത്സവം നടത്താൻ വേണ്ടി FICTയിൽ നിന്ന് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ കഥ പറഞ്ഞാൽ അമ്പലത്തിനെ നമുക്ക് വേണ്ടപ്പെട്ടവണ്ണം മെയിൻറ്റെയിൻ ചെയ്യാനോ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനോ ഇല്ലാതായി. അപ്പോൾ ഈ ടൗൺഷിപ്പിൽ നിന്ന് കിട്ടിയ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട് പിന്നീട് അത് പോയെന്നുള്ളതിനെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇനി അത് റെനോവേറ്റ് ചെയ്യേണ്ടതിൽ എൻ്റെ അറിവിൽ അമ്പലം വിട്ടുകൊടുത്തിട്ടില്ല. അത് FICT ഇനിയും ചെയ്യേണ്ടതാണ്.
അതുപോലെ തന്നെ അപ്പുറത്ത് ഞാൻ പറഞ്ഞ പള്ളികളുടെ കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. നമ്മൾ ഇത് നമുക്കൊന്ന് റിനോവേറ്റ് ചെയ്ത് ഇത് പഴയമാതിരി ആക്കേണ്ടതാണെന്ന് എല്ലാവരും സഹകരിക്കേണ്ടതാണെന്നും കൂടെ ഞാനിതിൽ പറയുകയാണ്. പിന്നെ നമ്മുടെ ടൈഫൈൻ്റെ റിക്രിയേഷൻ ക്ലബ്ബായിട്ട് ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റേ ക്ലബ്ബിലാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഷട്ടിൽ കോക്കിൻ്റെ പരിപാടി, അതുപോലെ തന്നെ വോളിബോള്, പിന്നീട് ഫുട്ബോള്, ഇതിൻ്റെ എല്ലാം കോമ്പറ്റീഷൻ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എല്ലാവരും ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. അതിലും ഒരു ജോസഫ് ഏട്ടൻ്റെ പേരെടുത്ത് പറയേണ്ടതാണ്. പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ കമ്പനിയിൽ ഷിഫ്റ്റിലല്ല ജോലി. അപ്പം ഞാൻ എന്നാൽ ഷിഫ്റ്റിൻ്റെ ഷിഫ്റ്റ് പി ആയിട്ട് വർക്ക് ചെയ്യണം. അന്നേരമാണ് ഇയാളുടെ റിസൾട്ടിനെ പറ്റി അറിയുന്നത്. ഞാൻ 7th 8th റാങ്ക് സ്റ്റേറ്റിലുണ്ടെന്നുള്ളത് അറിഞ്ഞ ഉടനെ എന്നെക്കാട്ട് മുമ്പ് ടൗൺഷിപ്പുകളിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് ആഘോഷിക്കാൻ വേണ്ടി ക്ലബ്ബിൽ കൂടി. അപ്പോൾ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞ് ബാലയൊന്നും കൂടെ വരണം, വന്നെങ്കിൽ ഇത് ആഘോഷിക്കുന്നൊരു മികവുണ്ടാകത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഡ്യൂട്ടിയിലായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, കാരണം വേറെ ആൾ നിർത്തിയിട്ട് വന്നാൽ അയാളോട് ഞാൻ കാണിക്കുന്ന ഇതാണ്, അയക്കും പോകണമെന്ന് തോന്നി പോകേണ്ടി വരില്ല. അതുകൊണ്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ സൗരം വരെ വന്നിട്ട് ഞാൻ ചെയ്തോളാം. അപ്പോൾ ഇന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളത് ആഘോഷിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മോളുടെ കേസിലും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ഒരു അന്നത്തെ CMD വെയ്യാൻ ട്രോയ ഉള്ളപ്പോഴാണ് ക്ലബിലൊരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ CMD പറഞ്ഞു ഈ ഫെസിലിറ്റിയുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പൈസ ചിലവാക്കുന്ന മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞ് നേരം മുഖരുപത്തി പുള്ളി പറഞ്ഞു. അത് നമുക്ക് എല്ലാവരും കേട്ട് അങ്ങേറ്റം കൈയടിച്ചൊരു കേസാണത്. കാരണം നമ്മളെ പൈസ സമ്പാദിക്കല്ല, കുട്ടികൾക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് ചിലവാക്കുന്നു എന്നുള്ള നിലയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വേറെ പറയാനൊക്കെ. അല്ല, എനിക്ക് പറയാനുള്ളതുണ്ടല്ലോ. ഇപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണെങ്കിൽ ഇപ്പം റാങ്ക് കിട്ടി, ജില്ലയിൽ 1ാമത്തെയാണ്, സ്റ്റേറ്റിൽ 8ാമത്തെയാണ് എന്നൊക്കെ നമ്മൾ ആൾക്കാരോട് പറയുമ്പോൾ ഒരൊറ്റ ആൾ പോലും ഒരു അസൂയ തോന്നിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് അനുഭവപ്പെട്ടിട്ടുമില്ല. അങ്ങനെ പൊതുവേ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതൊരു ആഘോഷമായിട്ട് എല്ലാവരും സന്തോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് അന്നും എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇന്നും അതേ അഭിപ്രായം. അമ്പലമേട് സ്കൂളിൻ്റെ ആ നടത്തിപ്പിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാൻ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. അതായത് ആദ്യം അവിടെ SSLCക്ക് 4ാമത്തെ റാങ്ക് സ്റ്റേറ്റിൽ കിട്ടിയ ഒരു കുട്ടിയാണ് എൻ്റെ കൂടെ പഠിക്കൊണ്ടിരുന്ന ഫ്രണ്ട്. ഇടക്കാലത്ത് അയാൾ സെക്ഷൻ മാറിപ്പോയെങ്കിലും അയാളുടെ പ്ലാന്റിൽ ഓയിൽ ഗ്യാസിഫിക്കേഷൻ അമ്മോണിയ പ്ലാന്റിൽ അവിടെ റിഫോമിംഗ് സൈഡിൽ ടെക്നീഷ്യനായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ജൂനിയർ ഓഫീസേഴ്സായിട്ട് വന്നപ്പോൾ റോ മെറ്റീരിയൽസേക്ക് മാറി. TM രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളിൻ്റെ മകൾ കല. പിന്നെ എൻ്റെ വ്യക്തിപര അഭിപ്രായം പറഞ്ഞാൽ അവളെ കഴിഞ്ഞ് ബാങ്കിൽ ജോലിയായിട്ട് പോയി. ബാങ്കിൽ അവളെ എവിടം വരെ എത്തിയെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വിധിവൈപര്യത്വം എന്ന് പറയട്ടെ, അവളുടെ അച്ഛൻ കഴിഞ്ഞ വർഷമാണ് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചു പോയത്. അവൾ സുഖമായിട്ട് കഴിയുന്ന ഒരു മോളുണ്ട്. അവളാണ് ആദ്യം SSLCക്ക് റാങ്ക് കിട്ടുന്ന FSCT കൊച്ചിൻ ഡിവിഷൻ ടൗൺഷിപ്പിലെ പെൺകുട്ടി. എൻ്റെ സേവനം 60 വയസ്സ് വരെ തുടരാൻ ആഗ്രഹിച്ച ആളാണ്. പക്ഷേ 58-ൽ ഞങ്ങൾക്ക് അന്ന് റിട്ടയർ ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഞാൻ 58ാമത്തെ വയസ്സ് തികഞ്ഞ ദിവസം 2002 ഏപ്രിൽ മാസം 30-ാം തീയതി ഞാൻ കമ്പനിയിൽ നിന്നും റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് FSCTയിൽ നിന്ന് ഉള്ള വരുമാനം മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു വീട്ടിൽ തൃപ്പൂണിത്തുറ MKK നായർ നഗറിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ FSCTയിൽ ഞാൻ ചെയ്ത ജോലിയെപ്പറ്റി എനിക്ക് അധികം കിട്ടിയ കാര്യങ്ങളും എനിക്ക് ജീവിതത്തിൽ എപ്പോഴും മുതൽക്കൂട്ടാണ് എന്നും അതിൻ്റെ മൂല കാരണം അഭിനന്ദനായ MKK നായർ സാറിൻ്റെ ക്രിയേറ്റിവിറ്റി വെച്ചുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയ നിലയിൽ ഞാൻ മുന്നോട്ട് പോയതുകൊണ്ടാണെന്നും മറ്റുള്ള എല്ലാ CMDമാരും എല്ലാവരോടും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങൾ അങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഒട്ടും മോശമല്ലായിരുന്നു. എന്നാൽ എന്തുകൊണ്ടും ഈ സ്ഥാപനം കൊച്ചിൻ ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ വിഷൻ, അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള ആത്മാർത്ഥമായ ഞാനും നിങ്ങൾ ഒന്നാണെന്നുള്ള തോന്നൽ, അത് ഒരു കാലവും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഇന്നും ഞാൻ അദ്ദേഹത്തെ മനസ്സിലാതിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. സന്തോഷമുള്ളൊരു കാര്യവുമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ടൗൺഷിപ്പിൽ താമസിച്ചിരുന്ന ടൈപ്പ് 4, ടൈപ്പ് 5 അങ്ങനെ വേർതിരിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിലെ ടൈപ്പ് 5-ൽ ഈ അമ്പലമേട്ടിലുള്ള ജീവിതം, FSCTയിലുള്ള ടൗൺഷിപ്പ് ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ടൈപ്പ് 5-ലെ കുടുംബങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികളും പരസ്പരം
വലിയ ആളിൻ്റെ മകനെന്നോ അല്ലെങ്കിൽ ചെറിയ ആളിൻ്റെ കുട്ടിയെന്നോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ. ടൈപ്പ് 5 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീടാണ് ടൈപ്പ് 5. പല ജാതിക്കാരുണ്ട്, പല മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവരും ഓണം, ക്രിസ്മസ് ഇതൊക്കെ വരുന്ന സമയത്ത്, വിഷു ഇതൊക്കെ വരുന്ന സമയത്ത് എല്ലാവരുടെയും വീട്ടിലുണ്ട് ആഘോഷം. അത് ഏത് വീടെന്നല്ല, ടൈപ്പ് 5. ഇത്രയും യാതൊരു അസൂയയോ അങ്ങനെ ഒന്നുമില്ലാതെ ഏകമയം പരബ്രഹ്മം എന്നുള്ള ഒരു രീതിയിലായിരുന്നു ടൈപ്പ് 5. ഇതുപോലെ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു ആഘോഷം ടൈപ്പ് എല്ലാ ക്വാർട്ടേഴ്സിലും ഉണ്ട്. എന്നാൽ ഇതുപോലെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. അതെല്ലാം ആസ്വദിച്ചാണ് ആ കുട്ടികൾ വളർന്നത്. അതിൻ്റെ ഗുണം ഇന്നും അവർക്ക് ഉണ്ട് താനും. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, FACTന്ന് ആളുകൾ റിട്ടയർ ചെയ്തു പലരും പല വഴിക്ക് പോയി. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് അവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾ, തമിഴ്നാട്, കർണാടക, അപ്പം അതിൻ്റെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങളുടെ ഒരു കൂട്ടായ്മ, അതിന് അഫ്ന എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. അമ്പലമേട് ഫാക്റ്റ് നൊസ്റ്റാൾജിയ അസോസിയേഷൻ, അങ്ങനെയാണ് അതിൻ്റെ പേര്. ആ അഫ്നയിൽ ഒരുപാട് മെമ്പേഴ്സുണ്ട്. ഈ ക്വാർട്ടേഴ്സുകളിൽ താമസിച്ചിരുന്ന മിക്ക ക്വാർട്ടേഴ്സിലും ഉള്ള ആളുകൾ ഇതിലെ മെമ്പറാണ്. ഭാര്യമാർ, ലേഡീസ് മാത്രം. അത് ചിലപ്പോൾ അതിനകത്ത് മക്കളും വരുന്നുണ്ട്, പക്ഷെ കുറവാണ്, ലേഡീസാണ് മിക്കത്. അവർ വർഷത്തിൽ 2 പ്രാവശ്യം എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഒത്തുകൂടും. മിക്കവാറും തൃപ്പൂണിത്തുറ ഏതെങ്കിലും ഏരിയയിലായിരിക്കും. ചിലപ്പോൾ ഗാന്ധി സ്ക്വയറിൽ ക്ലാസിക് ഫോർട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ആയിരിക്കും. ചിലപ്പോൾ NM റോയൽ കൗണ്ടി, പിന്നെ ഈ അനക്സിൻ്റെ ഒരു ബിൽഡിങ്, പാലസിൻ്റെ അനക്സിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർഷത്തിൽ 2 പ്രാവശ്യം ഞങ്ങൾ കൂടാറുണ്ട്. ഈ ഫെബ്രുവരി അല്ല, ഡിസംബറിലും ഞങ്ങൾ ഒത്തുകൂടി. അങ്ങനെ എല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് വരാറുണ്ട്, കോഴിക്കോട് നിന്ന് വരാറുണ്ട്, തമിഴ്നാട്ടിൽ താമസിക്കുന്ന സുശീല, വെങ്കടാചലം അവരൊക്കെ വരാറുണ്ട്. പിന്നെ പയ്യന്നൂർ, അവിടെ നിന്നൊക്കെ ആളുകൾ, കൊടുങ്ങല്ലൂർ, പറവൂർ, അങ്ങനെ അവിടെ നിന്ന് എല്ലാ ആളുകൾ വന്ന് ഇതിനകത്ത് പങ്കെടുക്കാറുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ എല്ലാം കഴിവ്, അതായത് പാട്ട്, ഡാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കളികൾ അതെല്ലാം ഉണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടി ക്യൂസ് നടത്തി അങ്ങനെ സന്തോഷപ്രദമായിട്ട് രാവിലെ ഒരു 10 മണി മുതൽ വൈകിട്ടൊരു 4 മണി വരെ ഞങ്ങൾ കൂടാറുണ്ട്. ഞാൻ മിക്ക മീറ്റിങ്ങുകൾക്കും ഞാൻ പോകാറുമുണ്ട്. വളരെ സന്തോഷം ഉള്ള ഒരു സംഗതിയാണ് അത്. ഇങ്ങനെ ഒട്ടും പുറകോട്ട് പോവാതെ മുമ്പോട്ട് പോകും, അങ്ങനെ വളർന്നു പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്ന ഒരു കാര്യം അത്. ഞങ്ങൾക്കിവിടെ FACTയിൽ ഒരുമിച്ച് വന്നിട്ടുള്ള പല ആൾക്കാരും പലയിടത്താണ് ഇപ്പോഴെങ്കിലും. അതിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത നിലയുള്ള ചില ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് പറയാം. ഞാൻ FACT വന്നിട്ട് ഇവിടെ FACTയുടെ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഞങ്ങളുടെ MK കന്നാർ നഗറിലാണ്. ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് അപ്പുറത്ത് വേറൊരു നഗറുണ്ട്, പൂർണ്ണാത്രേശ അമ്പലത്തിൻ്റെ പുറകിൽ ഫാക്റ്റ് നഗർ. ഈ ഫാക്റ്റ് നഗറാണ് ആദ്യം തുടങ്ങിയത്. അവിടെ എല്ലാം കൂടെ ഒരു 62 ഉണ്ടായിട്ടുണ്ട്. അതിൽ പലരും ഇപ്പോൾ പിന്നെ മിക്കവരും ആൾക്കാർ മരിച്ചു പോയതിൻ്റെ സ്ഥലം വിറ്റിട്ട് പോയിട്ടുള്ളവരും, അല്ലാതെ തന്നെ ജോലി കഴിഞ്ഞിട്ട് FACT ജോലി കഴിഞ്ഞിട്ട് സ്വന്തം സ്ഥലത്തേക്ക് പോയിട്ടുള്ളവരായിട്ട് കുറേ പേര് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ MK കന്നാറിലും മൊത്തം 31 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള ടൗൺഷിപ്പാണിത്. ഇപ്പോൾ ഇവിടെ മെട്രോ വന്നപ്പോഴത്തേക്കും കുറച്ച് വീടുകൾ, അങ്ങനെ 7 വീടുകളോളം പോയിട്ടുണ്ട് മൊത്തം. എന്നാൽ ഇപ്പോൾ എല്ലാവരും കൂടെ ഒരു അറൗണ്ട് ഒരു 20 ഫാമിലി ഇവിടെ FACT പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അല്ലാത്തവരും വന്നിട്ടുണ്ട്. അവരോടെല്ലാം നമ്മൾ അങ്ങേയറ്റം സഹകരിച്ചാണ് പോകുന്നത്. എൻ്റെ ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ എനിക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കുറേ ആൾക്കാരുടെ പേരുള്ള ഞാൻ പറയുന്നത്. ഒന്ന് നമ്മുടെ TPS പിള്ള എന്ന് പറയും, ശിവശങ്കരപ്പിള്ള. അതായത് FACTയിൽ ഉദ്യോഗമണ്ഡലം മുതൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം FACT ഫാക്ടറികളിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെയും മറ്റ് 2 പേരുടെയും ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് ഞങ്ങൾക്കിന്ന് 92 പേർക്ക് ആ സമയത്ത്, ഇപ്പോൾ കുറഞ്ഞത് ഞങ്ങളുടെ അംഗസംഖ്യ 42 കുറഞ്ഞു. ഫാക്റ്റ് നഗർ ആൻഡ് MK നഗർ റെസിഡൻസ് അസോസിയേഷൻ കോഓപ്പറേറ്റീവ് ബേസിസ് തുടങ്ങിയ ഒരു ടൗൺഷിപ്പാണ്. മൊത്തത്തിൽ എനിക്ക് വന്നൊരു 4.5, 3, 7.5, 8 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ എല്ലാവർക്കും റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് താമസിക്കാനുള്ള സൗകര്യം
ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഒന്ന് TPS പിള്ള, പിന്നെ അത് കഴിഞ്ഞ് A. തോമസ് അങ്ങേര് മരിച്ചുപോയി, അടൂരുകാരാണ്. പിന്നെ നരസിംഹൻ, അയാൾ തമിഴ്നാട്ടിൽ പോണ്ടിച്ചേരിയിലുള്ള ആളാണ്. അങ്ങനെ ഒത്തിരി പേര് അതിനുവേണ്ടി ആ സേവനം ചെയ്തിട്ടുണ്ട്. ഞങ്ങളും അതിലൊക്കെ ഭാഗഭാക്കായി പോകുന്ന ആൾക്കാരാണ്. ഇന്നിപ്പോൾ എൻ്റെ ഭരണസമിതിയുടെ യോഗം ഇന്നുണ്ട്. ഞാൻ ഇതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പറ്റാഞ്ഞത്. എല്ലാം വളരെ സഹകരിച്ച് പോകുന്നു. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇതിന് ഞങ്ങൾ MKK നായർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ചേരിക്കുന്ന ഒന്നാണ്. ഇത് ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. പിന്നീട് എനിക്ക് പറയേണ്ട ഫ്രണ്ട്സ്, പിന്നെ T. പങ്കജാക്ഷൻ, അയാളിപ്പോൾ ബാംഗ്ലൂരിലാണ്. പിന്നെ P. ബാലകൃഷ്ണൻ, പിന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ജീവിത സമയത്ത് അങ്ങേയറ്റം നല്ല കാര്യങ്ങൾ ചെയ്ത ഓരോ ആൾക്കാർ മരിച്ചുപോയി. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേര് ഞാൻ പറയാം. CGK മേനോൻ സാറ്, ഒരു കുമാരമേനോൻ സാറ്, ഒരു ജോൺ സാറ്, പിന്നെ PK അച്യുതൻ എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം അങ്ങേയറ്റം നല്ല നോളജുള്ള ആൾ, അതേസമയം എല്ലാ വഴിക്കും എല്ലാവരെയും അങ്ങേറ്റം ഇഷ്ടപ്പെട്ട ആളാണ്. പരിയാരത്ത് വീട്, ഇവിടെ കാഞ്ഞിരമറ്റത്ത്. പിന്നെ ഞാൻ എപ്പോഴും ആ വീടുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് രാമേന്ദ്രൻ നായർ, GR നായർ എന്ന് പറയും. പിന്നെ PG നെടുങ്ങാടി, അങ്ങനെ ഒത്തിരി ആൾക്കാർ, P. ഗോപിനാഥ്, മിസ്റ്റർ വേണുഗോപാൽ, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ, അവർ ചേരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ അവരെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കോണ്ടാക്റ്റുകളും കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറെ ഒരുപാട് പേര് ട്രിവാൻഡ്രത്തുണ്ട്. രായപ്പന്നാർ, ഹരി, കോഴിക്കോടുണ്ട്, അമ്പാടി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേര് ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമായതുകൊണ്ട് പറയുന്നില്ല. എല്ലാവരെയും ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. അതുകൊണ്ട് FSCTയിലെ ജീവിത സമയം നമുക്കൊരിക്കലും ആർക്കും ഇതേമാതിരിയുള്ള അനുഭവം ഇനി കിട്ടുമെന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല എന്ന് ഞാനത് സന്തോഷപൂർവ്വമല്ല, അത് ഉണ്ടാകാൻ പറ്റിയാൽ നല്ലതാണെന്ന് ദൈവത്തോടൊന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിനവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ അങ്ങേയറ്റം സന്തോഷം രേഖപ്പെടുത്തുന്നു. ഞാനും എൻ്റെ ഭാര്യയും.